ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വന്നതോടെ എ+ൽ തിറങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫുൾ എ+ നേടിയ സ്കൂളാണ് ഇത്തവണയും റഹ്മാനിയ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിന് എപ്പോഴൊരു വലിയ സന്തോഷമാണ്. കാരണം ഏറ്റവും കൂടുതൽ എ+കാരെ കൊടുക്കുന്നത് ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന്. കേരളത്തിലെ തന്നെ ഇത്തവണയും ഏറ്റവും കൂടുതൽ ഫുൾ എ+ വാങ്ങിയ കുട്ടികളുള്ളത് ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇത്തവണയും വലിയൊരു സന്തോഷമാണ് കഴിഞ്ഞ 7 വർഷത്തെ പോലെ തന്നെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. കുട്ടികളൊക്കെ പേരൻസ് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മൾ പ്രതീക്ഷ റിസൾട്ട് ആണെങ്കിൽ പോലും അത് നമുക്ക് ലഭ്യമായല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. ഫുൾ മാർക്കിൻ്റെ കാര്യത്തിൽ 2 പേര് ഇപ്പോൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. 2 കുട്ടികൾ എൻ്റെ കൂടെയുണ്ട് ഇവിടെ. വാണി ലക്ഷ്മിയും അതുപോലെ തന്നെ ഗൗരി പാർവതിയും. 2 പേരും സയൻസാണ്. അപ്പം എന്തായാലും ഈ ഫുൾ മാർക്ക് നേടിയ 2 മിടുക്കികളും നമ്മുടെ കൂടെയുണ്ട്. അപ്പം എന്താണ് പേരെന്താണ്? ഗൗരി പാർവതി. ഗൗരി, ആദ്യം എന്തായാലും കൺഗ്രാജുലേഷൻസ്. ഏതായിരുന്നു സബ്ജക്ട്? ഏതായിരുന്നു? ഞാൻ ബയോസയൻസ് ആയിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പ്രതീക്ഷിച്ചിരുന്നു ഫുൾ മാർക്ക്? +1 ഫുൾ +2 തീരെ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ടഫായിരുന്നു എക്സാം ഒക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സൈറ്റിൽ ഇങ്ങനെ മാർക്ക് കണ്ടപ്പോൾ ഞാനത് ഫേക്കാന്ന് പറഞ്ഞിട്ട് വേറെ സൈറ്റ് നോക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആദ്യം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, അങ്ങ് ഫേക്കാന്ന് പറഞ്ഞ വേറെ സൈറ്റ് നോക്കാൻ പോയി. അപ്പൊ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം മോൾക്ക് ഫുൾ മാർക്കാണ്. +1 ഫുള്ള് വാങ്ങി. +2 ഇതുപോലെ ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ല, +2 നല്ല ടഫാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ചെറിയ പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുറത്തുനിന്ന് റിസൾട്ട് അവർ വേറെ ആൾക്കാർ അയച്ചു തന്നിട്ട് ഞാൻ മോളെടുത്ത് പോയിട്ട് മോളെ ഫുള്ളുണ്ട് എന്ന് പറയായിരുന്നു. അതുവരെ ഇവള് കണ്ടത് അവള് ഞങ്ങളോട് പറഞ്ഞില്ല. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛനാണ്. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര അഭിമാനത്തിന്റെ ഒരു നിമിഷം കൂടി ആയിരിക്കും. അഭിമാന മുഹൂർത്തമാണ്. +1 മോള് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് സ്കൂളിലുള്ള ടീച്ചേഴ്സ് മുഴുവൻ +2 ഫുൾ മാർക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അത് അവൾക്ക് കുറച്ചൊരു ചെറിയ സമ്മർദ്ദമുള്ള പോലെ തോന്നി. അതിന് റഹ്മാനിയ സ്കൂളിലുള്ള അധ്യാപകരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അടുത്ത ആളാണ് ഈ ഫുൾ മാർക്ക് കിട്ടിയ അടുത്ത ആളാണ്. അപ്പം എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? വളരെ സന്തോഷം തോന്നുന്നു. ഞാനും ഇത് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തെങ്കിലും അച്ഛനമ്മേൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്? അവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് താങ്ക്സ് ആണ്. കാരണം എൻ്റെ പാരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് ആണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ക്ലാസ് ടീച്ചറുടെ ഭാഗത്തുനിന്നോടി എന്ത് തോന്നുന്നു? പിന്നെ 6th ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം 7 കുട്ടികൾക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് ഇയർ ആയ സമയത്ത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ റിസൾട്ട് വന്നപ്പോൾ 1 മാർക്ക് 2 മാർക്കിനൊക്കെയാണ് ഇങ്ങനെ കുട്ടികൾ. അതിൽ വാണിലക്ഷ്മിയാണ് ഇപ്പം നിലനിർത്തിയത് ആ ഫുൾ മാർക്ക്. വാണിലക്ഷ്മിക്ക് പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അവള് IIT JEE എൻട്രൻസിൽ 95 above പെർസെൻറ്റേജിൽ മാർക്കും ഉണ്ട്. അപ്പോൾ ഈ റിസൾട്ട് എന്നും ഉണ്ടാവട്ടെ, സ്കൂളിനും ഉണ്ടാവട്ടെ. പിന്നെ ഈ റിസൾട്ട് സ്കൂളിൻ്റെ ഫുൾ എ+ നിലനിർത്തുമ്പോൾ നമ്മളെ പിന്നെ പ്രിൻസിപ്പളിൻ്റെയും അതേപോലെ വൈസ് പ്രിൻസിപ്പളിൻ്റെയൊക്കെ റോള് നന്നായിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി സാറിൻ്റെയും അതേപോലെ വൈസ് പ്രിൻസിപ്പൽ സാലിം സാറിൻ്റെയൊക്കെ റോൾ കൂടി ഇതിലുണ്ട് എന്നുള്ളത് കൂടി നമ്മളിതിൻ്റെ കൂടി വായിക്കേണ്ടതാണ്. റഹ്മാനിയ സ്കൂളിന് ഇനിയും വരും വർഷങ്ങളിൽ ഇതുപോലെ തന്നെ തുടരാൻ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും കുട്ടികൾക്ക് നൽകുന്നുമുണ്ട്. അതേ ഒരു സന്തോഷം തന്നെയാണ് ഇവരിവിടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്.